സോ ഹലോ ഗൈസ്, ഇത് നമ്മുടെ പുതിയ അവാറ്റ 2 ആണ്. DJI FPV ആണ്, ഫസ്റ്റ് പേഴ്സൺ വ്യൂ. അപ്പം നമ്മൾ ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ DJI Air 2S ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നാനോ സീരീസ് വരുന്ന ഡ്രോണാണ് ഇത്. നമ്മളിത് ബ്രാൻഡ് ന്യൂ ആണ്, പക്ഷേ ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതാണ്. ഇന്ത്യയിലുള്ള ഒരു ഡ്രോണും നമുക്ക് ഇന്ത്യയിൽ വിൽക്കാനോ വാങ്ങിക്കാനോ കിട്ടില്ല, അതിന് പെർമിഷൻ ഇല്ല ഇന്ത്യയിൽ. നമ്മളിത് ചെയ്ത് നമ്മൾ ഒരു സുഹൃത്ത് വഴി വാങ്ങിച്ച സാധനമാണിത്. അപ്പോൾ അറൗണ്ട് 80 to 90K അകത്തേ വില വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇന്ത്യയിൽ ഏത് തന്നെ ഡ്രോൺ വാങ്ങിച്ചാലും നമ്മൾ അതെല്ലാം രജിസ്റ്റർ ചെയ്യണം. എല്ലാ ഡ്രോണുകളും നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെ നമ്മുടെ വണ്ടി വാങ്ങിച്ച് നമ്മുടെ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ ഡ്രോണുകൾ ഒന്നും തന്നെ ഇന്ത്യയിൽ ഫ്ലൈ ചെയ്യാൻ നമുക്ക് പെർമിഷൻ ഇല്ല. പിന്നെ റെസ്ട്രിക്റ്റഡ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാൻ. നമ്മൾ ഒരിക്കലും ഡ്രോൺസ് കാര്യങ്ങളെല്ലാം നമ്മുടെ പേഴ്സണൽ യൂസ് എന്നുള്ള രീതിയിൽ ഫ്ലൈ ചെയ്യില്ല. ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം നമ്മൾ ഫ്ലൈ ചെയ്യുക. രജിസ്റ്റർ ചെയ്യാനുള്ളത് DigiSky എന്നുള്ളതാണ്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ അതാണ് നമ്മൾ എന്ത് തരം ഡ്രോണുകൾ വാങ്ങിച്ചാലും, ഏത് ഡ്രോൺ സീരീസിൽ എന്ത് സാധനം വാങ്ങിച്ചാലും, ഈവൻ ഇപ്പോൾ 249 grams, അതായത് 250 grams താഴെ വരുന്ന സാധനം ഒന്നും രജിസ്റ്റർ ചെയ്യണ്ട എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. എല്ലാ ഡ്രോണുകളും നമ്മൾ രജിസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ ഓൺലൈനിൽ. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചും കണ്ടും ചെയ്യുക. ഇതിനിപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ട്. ഇതിന് മുന്നേ ഉള്ള എൻ്റെ 2 ഡ്രോൺസിന് രജിസ്ട്രേഷൻ ഉണ്ട്. എല്ലാ സാധനവും നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി അൺബോക്സിങ് ഞാനിപ്പോൾ ഇടുന്നതായിരിക്കും. ഓക്കെ.